ഇപ്പൊ അടുത്ത സീസൺ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും മൈൻഡിലുണ്ട് ഇന്ന ആൾക്കാരൊക്കെ പോകുമായിരിക്കും എന്നുള്ള? ഒന്ന് അസ്ലാം വാലിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ 2 സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി വേറെ എന്താണെന്ന് അറിയില്ല. ആ രണ്ടാളുകളായിട്ടുള്ള ഇപ്പൊ കോണ്ടാക്ട് ഉള്ളത്. പിന്നെ ഉമർലുലു അഖിൽമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ PR വർക്ക്സ് എല്ലാവർക്കും ഉണ്ട്. ജാസ്മിൻ ഉണ്ട്, ദിൽസൊക്കെ ഉണ്ട്, റോബിൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പടി മുന്നിൽ റോബിൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിന്റെ എനിക്ക് പറയാനുള്ള ഞാൻ പറയുന്നു, ആളുകൾ എങ്ങനെ എടുക്കുന്നത് ഞാൻ ബോധം ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. ലാലേട്ടനെ കുറച്ചുകൂടി സുരേഷ് ഗോപിയൊക്കെ വരുന്നിരിക്കുന്നുണ്ടായിരുന്നു. സംസാരമൊക്കെ നല്ല രസമല്ലേ കേട്ടിരിക്കാന്. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ആങ്കറിങ് എന്തോ ഒരു സുഖമില്ലാത്തവര് തോന്നാറുണ്ട് എനിക്ക്. യൂട്യൂബിലുള്ള വളരെ ചുരുക്കം സുഹൃത്തുക്കൾ ഒരാൾ മാത്രമാണ് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ്. നാട് നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. പിന്നെ ഡെയിലി കണ്ടന്റുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പുള്ളിക്കാരനോടാണ്. ഒരു പ്രണയം ഉണ്ടായിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പ് ആയി, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എത്തിയതാണ്. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന് അങ്ങനെ വന്ന് ഇതിലേക്ക് അങ്ങ് എത്തി. ബഷീർ ബാഷി സീരീസിൽ വീഡിയോ ചെയ്തിരുന്നില്ല 2 ദിവസം മുന്നേ. ഒരു ഫാമിലിനെ വല്ലാണ്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു ഫീല് വരാറുണ്ട് കാണുന്ന സമയത്ത്. അശ്വത് ഗോക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ റിവ്യൂസിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അശ്വത് ഗോക്കിനാണ്. ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യാറുണ്ട് പറയുന്ന കാര്യത്തിൽ. നമസ്കാരം, എല്ലാവർക്കും കൗമുദി മൂവീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോണ്ടന്റ് വീഡിയോസിൽ നിന്നും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. 2.5 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ഇറ്റ്സ് മീ ഖായിസ്. അപ്പൊ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. എന്താ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം തൊട്ടേ പേരിട്ടായിരുന്നത്? അതേ പേര് തന്നെയാണ് തുടങ്ങിയത്. പിന്നെ അങ്ങനെ വന്ന് റെഡി ആവുന്നതാണ്. ഖായിസ് എന്നാണ് പേര്. മുഹമ്മദ് ഖായിസ് അല്ലേ? അപ്പൊ ഈ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫിക്കൽട്ട്. ഞാൻ വിചാരിച്ചത് എന്താണ് ആക്ച്വലി ഖായിസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. നാട് മലപ്പുറമാണോ അതോ കോഴിക്കോട്? കോഴിക്കോട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ കറന്റ്ലി ഒരു റേഡിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്നു സ്കാനിംഗ് സെന്റർ. അതിന്റെ കൂട്ടത്തിൽ യൂട്യൂബും കൂടെ പരിപാടി. ഈ വർക്ക് ഡേയ്സിന്റെ ഇടയിൽ ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകണോ? അതെ, രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാവുള്ള ഒരു നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടോ? അതാദ്യം ചോദിക്കട്ടെ. ഏണിങ്സ് ഇല്ലാണ്ട് ചെയ്യൂലല്ലോ എന്തായാലും. അങ്ങനെ അതിൻ്റെതായ ഏണിങ്സ് ഉണ്ട്. ഇപ്പൊ എത്ര വർഷമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏകദേശം ഒരു 1.5 വർഷം, 2 വർഷമായിട്ടുണ്ടാവും. ഞാനും വീഡിയോസ് ഇങ്ങനെ തപ്പി പോയപ്പോ എനിക്ക് ആദ്യത്തെ ഒരു 3 റിയാക്ഷൻ വീഡിയോസ് ആണ് കണ്ടത്. ഒരു മാരേജ് പ്രപ്പോസലിൻ്റെത്, പിന്നെ ടിക്ടോക്കിന് എടുത്ത് ചെയ്യുന്നത്, അങ്ങനെ 2-3 അപ്പം അങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോസിൽ നിന്നും ഇപ്പൊ ഈ കാണുന്ന പോലെ ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ് ഉണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. അത് കുറച്ച് ഒരു അതിഭാവുകത്വം ഒക്കെ, ഹായ് ഇറ്റ്സ് മീ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോ ഒക്കെ ആയിരുന്നല്ലോ അതില്. അപ്പം ഇങ്ങനെ ഒരു മാറ്റം വരും. ഇപ്പൊ 2 വർഷം എന്ന് പറയുന്ന ഒരു വലിയ ജേണിയാണ് യൂട്യൂബില്. അപ്പൊ ഇപ്പോഴല്ലേ ശരിക്കും ക്ലിക്ക് ആയി എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ജേണീനെ എങ്ങനെ നോക്കി കാണുന്നത്? ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറെ കാലം വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു 6 മാസം എന്ന് പറയുന്നത് വലിയ വ്യൂ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വെറുതെ വീഡിയോസ് ഇട്ടുപോയി. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ജസ്റ്റ് ഒരു മല്ലു ഫാമിലിന്റെ ഡിഷ് വന്നപ്പോൾ അത് റിയാക്ട് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഉപ്പുമുളകിലായിട്ടുള്ള ഡിഷ്, അത് ഏകദേശം ഒരു 1 മില്യൺ കയറി. അതിനുശേഷമാണ് ക്ലച്ച് പിടിച്ച് വന്നത്. പിന്നെ അങ്ങനെ അവിടെ എത്തി. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലിക്കായ വീഡിയോ ഏതാ? ഉപ്പുമുളക് ലൈറ്റിന്റെയാണ്. അത് ഏകദേശം ഒരു 2 മില്യന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാഡ് മൗത്ത് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു ഓർമ്മയിൽ അങ്ങനെ ഇല്ല. പക്ഷെ എന്നിട്ടാൽ അടിയിൽ കുറച്ച് നെഗറ്റീവ് അതെന്തായാലും ഉറപ്പല്ല. അങ്ങനത്തെ കണ്ടല്ലേ ചെയ്യുന്നത്. യെസ്. അപ്പം നാടിനെ കുറിച്ച് പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ഒരു ഉപ്പുണ്ട്, അവർക്കൊക്കെ ഫാമിലി ഉണ്ട്. അങ്ങനെ പോകുന്നു. ഞാൻ ഇത് ചോദിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഞാൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഒരു അശ്വതി അച്ചു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് വന്നിട്ട് ഗൈസ് ലവ്. അപ്പൊ ഈ പ്രപ്പോസൽസ് ഒക്കെ കുറെ വരലുണ്ടോ? പ്രപ്പോസൽസ് അത്യാവശ്യം വരുന്നുണ്ട്. കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ എന്തായാലും. അപ്പം ഫാൻസിന് അത്ര ഹേറ്റേഴ്സും ഉണ്ട്. രണ്ടുപേരെ തട്ടിക്കൊണ്ടാവാണ്. ആണ്. അപ്പൊ പേഴ്സണൽ മെസ്സേജ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഫുള്ളി രണ്ടും അധികം ഗേൾസ് ആണ്. അധികം അവര് റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ ചെയ്യാറ്. പ്രപ്പോസൽസ് വരുമെന്ന് വെച്ചാൽ ഒരുപാട് വരാറുണ്ട്. അത് ഡയറക്റ്റ് ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെ കമ്പനി അടിച്ചു വരും. ഇപ്പൊ നമ്മള് തിരിച്ച് റിപ്ലൈസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാണെങ്കിൽ അവരിഷ്ടാന്നുള്ള ലെവലിൽ സംസാരിക്കും. ബ്രേക്ക് ചെയ്യുന്നില്ല. ഞാൻ പറയും ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും ഒരു കാരണം പറയും ഒഴിവാക്കി വിടും. എന്നാലും ഒരു സങ്കല്പമൊക്കെ ഉണ്ടോ അങ്ങനെ? എന്ത് കല്യാണം കഴിക്കാൻ പോകുന്നു? ഒന്ന്
വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ സങ്കല്പം പറഞ്ഞിട്ട് ആവശ്യമില്ല. അതായത് എന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാന്നല്ലേ. അതായത് ഒന്ന് അത്യാവശ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിന്നെ എൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാണെങ്കിൽ 24 hours ഭയങ്കര ഫുള്ളും ബിസിയാണ്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ഒരു സാധാരണ ഒരു ലെവലിൽ ഒരു പെണ്ണാകുമ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ജീവിക്കുന്ന ഒരു പുറത്താണ്. അപ്പം അവിടെ വന്ന് ഞാൻ അവളോട് വന്ന് പറയുമ്പോൾ അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാവും, അതായത് വീടും ഞാനും മാത്രമാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും അവളോട് പറയുമ്പോൾ അവൾ ഒരു പക്ഷേ കണക്ട് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നേരെ മറിച്ച് എന്നെപ്പോലെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാകുമ്പോൾ, അതായത് പുറത്ത് ഇടപഴകിയും കൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണാവുന്ന സമയത്ത് രണ്ടാൾക്കും മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാത്തൊരു പെണ്ണിന് ഒരിക്കലും എൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ചാനലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത്? അതിപ്പോ ഒരു ലോങ് ജേർണിയാണ്. ലോങ് ആണ് ശരിക്കും പറയാം. എല്ലാവരും പോലെ ഒരു എന്താ പറയുക, പ്രളയം, ബ്രേക്കപ്പ്, ഇതൊക്കെ ഇത് കണക്റ്റഡ് ആണെന്നുള്ളതാണ്. കോവിഡ് ടൈമിലാണോ അപ്പൊ സ്റ്റാർട്ട് ചെയ്തത്? കോവിഡിന് തൊട്ട് മുമ്പ്. ഓക്കെ. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്താ പറയാ, ഒരു മോട്ടിവേഷൻ ചാനലായിരുന്നു. അത് വലിയ വെച്ച് പിടിക്കാണ്ട് പോയപ്പോ പിന്നെ ഇതിലേക്ക് വന്നതാണ്, അങ്ങനെ തുടങ്ങിയതാണ്. അതായത് എന്താ പറയാ, ഒരു പ്രണയം ഉണ്ടായിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പ് ആയി, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ എത്തിയതാണ്. അതായത് ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന് അങ്ങനെ വന്ന് ഇതിലേക്ക് അങ്ങ് എത്തി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉള്ള ആൾക്കാര് യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു. സക്സസ്ഫുൾ ആയിട്ടുള്ളത് കുറവല്ല, വളരെ കുറവാണ്. അപ്പൊ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് തന്നെ ഇതിന്റെ ഒപ്പം കൊണ്ടുപോകാന്നുള്ള ഒരു തീരുമാനത്തിലാണോ ഇപ്പൊ നിലവിലുള്ളത്? എത്രത്തോളം പോകണം അത്രത്തോളം പോട്ടെ. ഓക്കെ, ഫൈൻ. നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ഐസ് ബ്രേക്ക് സെഷൻ പോവാം. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ റൗണ്ടാണ്. അതായത് ഇപ്പം ഞാൻ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ഫേമസ് ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ പേരുകൾ പറയാം. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഇംപ്രഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താ അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ തോന്നുന്നൊരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. അർജു. പുള്ളിൻ്റെ വീഡിയോ റോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ. ഇൻസ്പിറേഷൻ ലെവലുള്ള നൈസാണ്. പിന്നെന്താ വെച്ചാണെങ്കിൽ ചിലതൊക്കെ ഒരു ഡീഗ്രേഡിങ് ആയി തോന്നാറുണ്ട്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ. നമ്മളിപ്പം ഉള്ളത് ഒരു അടിപൊളി സ്ഥലത്താണ്, സ്വാൻ ബേ കഫേയിലാണ്. നമ്മുടെ ഷെഫ് ഷിഹാബിൻ്റെ ഒരു പ്ലേസ് ആണ് ഇതപ്പം. നിങ്ങളെല്ലാവരും വരിക. അതും കൂടെ പറയാന്നൊക്കെ. അപ്പോൾ ഫുഡ് റിലേറ്റഡ് തന്നെ അടുത്ത ആളെന്ന് പറയുന്നത് ഫിറോസ് ചുട്ടിപ്പാറ. അങ്ങനെ വൺ വേടി പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഇത്രയും റിയാക്ട് ചെയ്യുന്ന ആൾ എന്തെങ്കിലുമൊക്കെ പറയണം. നല്ല വീഡിയോസ് ആണ്, റെസിപ്പീസ് ഒക്കെ നൈസാണ്. പുള്ളിക്കാരന്റെ ട്രോൾസ് ഒക്കെ വരലുണ്ട്, മറ്റേ ദിനോസറിനെ കൊണ്ടുപോയിട്ടൊക്കെ വറുത്ത് ചുട്ട് തിന്നുന്നൊക്കെ പരിപാടിയൊക്കെ കാണലുണ്ടോ? അതൊക്കെ ട്രോൾസ് ചെക്ക് ചെയ്യാറുണ്ട്, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. നമ്മുടെ ജിയോ മച്ച ഒരുപാട് ഇഷ്ടമാണ്. എക്സ്പെരിമെന്റ് വീഡിയോസ് ഒക്കെ നൈസ് അല്ലേ, അടിപൊളിയാണ്. ഇത് കോംപ്ലിമെന്റ് കൊടുക്കാനല്ല ഞാൻ പറയാൻ. ഓക്കെ, ഇനി പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും, കാരണം നിങ്ങളുടെ ഒരു ഫ്രണ്ടാന്ന് എനിക്കറിയാം, സീക്രട്ട് ഏജന്റ്. അത് പിന്നെ പറയാൻ ഒരുപാടുണ്ട്. അന്ന് യൂട്യൂബിലുള്ള വളരെ ചുരുക്കം സുഹൃത്തുക്കൾ ഒരാൾ മാത്രമാണ് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ്. നാട് നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. പിന്നെ ഡെയിലി കണ്ടന്റുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പുള്ളിക്കാരനോടാണ്. അതായത് എനിക്ക് കിട്ടുന്ന പുള്ളിക്കാരോട് പറഞ്ഞു കൊടുക്കും, പുള്ളിക്കാരുടെ എനിക്കും പറഞ്ഞു തരും. അങ്ങനെ ഡെയിലി വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് കണ്ടന്റുകൾ ഔട്ട് ചെയ്യാറ്. അപ്പം പുള്ളിക്കാരന് റീസെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ സമയത്തും സപ്പോർട്ടായിട്ട് നിന്നിരുന്നോ? സപ്പോർട്ടില് രണ്ട് സൈഡും പറഞ്ഞു നിന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂന്ന് പറഞ്ഞു, ഇനി ചോദിക്കരുത്. ഉണ്ണി വ്ളോഗ്സ്. അത് മറ്റേ ഇതെടുക്കുന്നത് റിവ്യൂസ് മാത്രം ചെയ്യുന്നത്. പുള്ളിക്കാരനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത്? റിവ്യൂസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ തന്നെയാണ്. മൂവീസിന്റെ റിവ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ഇപ്പം ഉണ്ണി വ്ളോഗ്സിന്റെ ആണെങ്കിലും ഉണ്ണി മുഖത്തിന്റെ ഇഷ്യൂസ് വന്ന സമയത്ത് അവരെല്ലാവരും കുറേ തുറന്നു പറച്ചിലുകളൊക്കെ ആയിട്ട് വന്നിരുന്നല്ലോ. അപ്പോൾ മൂവീസിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസർ സംഘടന ആയാലും പറഞ്ഞിട്ടുണ്ട് റിവ്യൂ കൊടുക്കരുത് യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? റിവ്യൂ ചെയ്യാം, നമുക്ക് ഒപ്പീനിയൻ പറയാറ് എന്തൊരു കാര്യം. നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാണെങ്കിൽ നമുക്ക് അഭിപ്രായം അവകാശമുണ്ട്. അതറിയാം, അഭിപ്രായം ഇതിനെ കാണുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മള് ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനം, അല്ല ക്യാഷ് കൊടുത്തിട്ടാണ് സിനിമക്ക് പോകുന്നത്. സോ നമുക്ക് ഒബ്വിയസ്ലി അതിന് അഭിപ്രായം പറയാൻ നമുക്ക് അവകാശമുണ്ട്. സോ
പക്ഷെ എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ അവരുടെ അഭിപ്രായം അത്രയും ആൾക്കാരിനെയും ഫോളോ ചെയ്യും, അങ്ങനെ ഒരു ഫാക്ടറും കൂടെ അവിടെ ഇല്ലേ? എന്നാലും നമുക്ക് പറയാലോ, നമുക്ക് പറയാനുള്ളത് പറയാലോ എന്തൊക്കെയാണ്. അതിനാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആർക്കും എന്തും തുറന്നടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് കണ്ടിട്ട് പോകണ്ടെന്ന് തീരുമാനിക്കേണ്ട ഓഡിയൻസ് ആണ്. വെറും ഒരാളത് മാത്രം ഫോളോ ചെയ്യാണ്ട് ഒരു 5-6 ആളുകളത് ഒരുമിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. വെറും ഒരാളെ റിവ്യൂ മാത്രം ഫോളോ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ 5-6 ആളുകൾ റിവ്യൂ പറയുമ്പോൾ അതിൽ നമുക്ക് ജെന്യൂൻ ഏതാണ്, അപ്പൊ നമുക്കൊരു പിക്ചർ കിട്ടും ഏകദേശം പടം നല്ലതാണോ ചീത്താണെന്നുള്ളത്. അപ്പം അത്രേ ഉള്ളൂ. അതെ, അതും അത്രേ ഉള്ളൂ. ഇത് എല്ലാത്തിന്റെ അവസാനം പറയണം നിർബന്ധമാണ്. ഓക്കെ, അടുത്തത് കരിക്ക്. എനിക്കൊന്ന് യൂട്യൂബ് സെൻസേഷൻ ആയിട്ടുള്ള ഒരു വ്ളോഗിങ് പരിപാടിയാണ്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരൊന്നും മുടക്കിയിട്ടില്ല. ഓ, എല്ലാം കാണാറുണ്ട് ഉണ്ടല്ലേ? ഓക്കെ, ഫൈൻ. ഉപ്പും മുളകും ലൈറ്റ് എന്തായാലും കുറച്ചധികം പറയണം, കാരണം ഓൾറെഡി റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ആ വീഡിയോ കണ്ട ആൾക്കാരാണ് ഇന്റർവ്യൂ കാണാൻ വരുന്നത്, അപ്പൊ ആ ഒരു സ്റ്റാൻഡ് എന്താന്ന് അറിയാനാണ്. ആ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയാ, എത്ര കിട്ടിയാലും വീണ്ടും പഴയ സംഭവം ഒരു തുടർന്നുകൊണ്ട് പോവാണ്. മകൾ ഇപ്പൊ റീസെന്റ് ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നല്ലോ, അമ്മേനൊക്കെ ട്രോളിക്കൊണ്ട്. അതാണ് ഞാൻ നോക്കണേ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? അത് എനിക്ക് വണ്ടടിച്ചു പോയി. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ ട്രോളിങ് കൊണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഒന്നിക്കണേലും മുന്നേ എടുത്ത വീഡിയോ വന്നില്ല. അതായത് ഇവര് ഈ അടുത്ത ഒരു അമ്മയും മോളും ഒന്നിച്ചല്ലോ. പക്ഷെ അതൊരു നാടകമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയില്ല കൃത്യമായിട്ട് എന്ത് പറയാന്നുള്ളത്. വല്ലാത്തൊരു ഫാമിലിയാണ്. ഓക്കെ, അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ റിവ്യൂസിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അശ്വന്ത് കോക്കിനാണ്. ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യാറുണ്ട് പറയുന്ന കാര്യത്തിൽ. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഓക്കേ, ഫൈൻ. ചെകുത്താൻ. പറയാനില്ല, എന്ത് പറയാനാണ്. അതൊന്നും പറയില്ല. ചെകുത്താനെന്ത് ഇങ്ങനെ ആയതോ എന്തൊക്കെ പറയൂ, അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. പിന്നെ മോഹൻലാലൊക്കെ വല്ലാണ്ട് ഡിഗ്രേഡ് ചെയ്ത പോലെ തോന്നാറുണ്ട്. അങ്ങനൊക്കെ തന്നെ. ബഷീർ ബാഷി. ബഷീർ ബാഷി സീരീസിൽ വീഡിയോ ചെയ്തിരുന്നില്ല 2 ദിവസം മുന്നേ. ഒരു ഫാമിലിനെ വല്ലാണ്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു ഫീല് വരാറുണ്ട് കാണുന്ന സമയത്ത്. ഫാമിലി വ്ളോഗ് എന്ന നിലയിൽ ഇപ്പൊ പ്രസവത്തിന്റെ ഒക്കെ കണ്ടില്ലായിരുന്നു, വെറും അതന്നെ ഒരു കണ്ടന്റ് ആക്കുന്ന പോലെ ഒരു ഫീല് വരാറുണ്ട് വീഡിയോസ് കാണുന്ന സമയത്ത്. കുഞ്ഞുങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ ഒന്ന് പോയിന്റിൽ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയുള്ള വീഡിയോസിന് എതിരാണോ ശരിക്കും പറഞ്ഞാല്? അവരായിട്ട് കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ വളർച്ചയിനും അവരുടെ മെച്യൂരിറ്റിനും നന്നായി ബാധിക്കുന്നു. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് എക്സ്പോസ് ആകുന്ന സമയത്ത് അവർക്ക് സൈബർ അറ്റാക്സ് വരും. അത് പിന്നെ അവരെ മെന്റൽ ഗ്രോത്തിനെയും മെന്റൽ ഹെൽത്തിനെയൊക്കെ നന്നായി ബാധിക്കുന്ന ഒരു അവസ്ഥ വരും. സോ കഴിയുന്നതും ഒരു പരിധി വരെ ഉൾപ്പെടുത്താത്തതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് അഹാന സിസ്റ്റേഴ്സ്. അഹാനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത്? അവരവരുടെ ലൈഫായിട്ട് അങ്ങനെ ജോലിയായിട്ട് അടിച്ചു പൊളിച്ചു പോകുന്നു. ഇപ്പൊ റീസെന്റ് ആ ബ്രേക്കപ്പ് ഇഷ്യൂ ഒക്കെ പലരും എടുത്ത് ട്രോളുകയും അല്ലെ ഡിസ്കഷനിലൊക്കെ വരികയൊക്കെ ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ഇത്രയൊരു ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിയുമ്പം ആളുകളെടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനെ എങ്ങനെ നോക്കി കാണുന്നത്? ഇൻക്ലൂഡിങ് ഇപ്പൊ ബ്രേക്കപ്പ് ആയാലും ഒരു ഫാമിലി ഡിവോഴ്സ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ വെച്ചിട്ട് വേറെ വീഡിയോ കണ്ടന്റ് എടുത്തിട്ട് ഇടുന്ന ആളുകളുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ ചാനലുകളായാലും യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും രണ്ടും. ഇപ്പൊ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്ത് കുറെ പേരുടെ കണ്ടായിരുന്നു ഞാൻ ആ ടൈമില്. ഇവര് തന്നെ ദിയാകൃഷ്ണൻ തന്നെ. അപ്പം ഒന്നാമത് എന്താണ് ശരിക്കും നടത്തുന്നത് നമുക്ക് അറിയില്ല. ഒക്കെ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി ഇവരിങ്ങനെ ഓരോന്ന് പഠിച്ചു വിടാണല്ലോ. ഇവര് തമ്മിലും വെച്ചിട്ട് ഓരോന്നിന് പഠിച്ചു വിടാണല്ലോ. സോ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവരുടെ പ്രൈവസിയിൽ ഇപ്പൊ ഒന്നാമത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ സെലിബ്രിറ്റീസിന്റെ പ്രൈവസി കയറി അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നത്. സോ മെയിൻലി ഇവർ അതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ പല ന്യൂസുകളും കാണുമ്പോഴും ഇവർക്ക് തോന്നിയ ഒരു പഠിച്ചു വിടലാണ്. അത് ശരിക്കും അവരുടെ പൊതുവെ ഇപ്പോൾ പല സെലിബ്രിറ്റീസും തുറന്നടിച്ചില്ല, അവരുടെ പേഴ്സണൽ ലൈഫിനെ അവരെ നന്നായി ബാധിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതോ രഞ്ജിനി ഹരിദാസും പിന്നെ ഒരു രഞ്ജിനി ജോസും തമ്മിൽ അവർ തമ്മിൽ പ്രണയത്തിനാണ് ലെസ്ബിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വിടുമ്പോൾ മെയിൻലി അത് അവരുടെ പേഴ്സണൽ ലൈഫിനും കൂടിയാണ് ബാധിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ അമൃത സുരേഷിൻ്റെ ഒക്കെ ലൈഫ് ഭയങ്കരമായിട്ട് എടുക്കാൻ ബാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതും കൂടി അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഗൈസ് ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും തമ്പനയിലും ക്യാപ്ഷനും നെഗറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് പക്ഷേ ഫീൽ ചെയ്യുക. ഓപ്പൺ ചെയ്ത വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് അവസാനിക്കുന്നത്. എന്തെങ്കിലും ആളുകൾ മാറട്ടെ അല്ലെങ്കിൽ മാറി ചിന്തിക്കട്ടെ എന്നുള്ള ഒരു സാധനം വെച്ചുകൊണ്ട്. അപ്പൊ ഇത് പേർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന് വീഡിയോയുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ്
തമ്മിൽ ഇടാറ്. ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരാറില്ല. ഇപ്പം എനിക്ക് കുറച്ച് ക്ലിക്ക് ബൈറ്റ് എന്തായാലും വേണം. ക്ലിക്ക് ബൈറ്റ് ആണെങ്കിൽ കൂടിയും ആ വീഡിയോ മുഴുവനും കണ്ട ഒരാൾക്ക് തമ്മിൽ മോശമൊന്നും തോന്നാറില്ല, പൊതുവെ അങ്ങനെ പറയാറില്ല. പിന്നെ എന്താ വെച്ചാണെങ്കിൽ ഇപ്പൊ കമന്റ് റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇടുന്ന കമന്റുകൾ തന്നെ ആയിരിക്കും തമ്മിലാക്കി ഇടാറ്. പത്രത്തിൽ തന്നെ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചിരുന്നതാണ്. അല്ലാണ്ട് വീഡിയോ ഒന്ന് തമ്മിൽ വേറെ എന്നുള്ള മനസ്സിലല്ലോ. അപ്പൊ ഈ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയാ, അതായത് ഇന്ന സബ്ജക്ട് ചെയ്യും. ഇപ്പൊ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിലും ഒരു ഇന്റർവ്യൂ ആണ് റിയാക്ട് ചെയ്തിട്ടത്. അപ്പോൾ ഈ ഇന്ന സബ്ജക്ട് ഇന്ന ദിവസം എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് റിയാക്ട് ചെയ്ത് പോകാന്നുള്ള ആ ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കും? ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് കുറെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരും. അതായത് അവരുടെ പേഴ്സണലി ഇത് റിയാക്ട് ചെയ്യോ അത് റിയാക്ട് ചെയ്യുന്നുണ്ട് അയച്ചു തരും. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയ നന്നായി അനലൈസ് ചെയ്യും. അതായത് ഓരോ നടക്കുന്ന കാര്യങ്ങളും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നന്നായി. പിന്നെ കുറെ ഈ ഓൺലൈൻ മീഡിയാസും ഓൺലൈൻ ന്യൂസ് ചാനലുകളൊക്കെ കുറെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ചെക്ക് ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതാണ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം ഒരു സബ്ജക്റ്റിൽ ഇപ്പം പറയുന്നത് ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കുമല്ലോ, അപ്പൊ അതിന് വേറൊരു വശം കൂടി എന്തായാലും ഉണ്ടാവും. അപ്പം ആ ഒരു ഭാഗം മെയിനായിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നന്നായി നോക്കും, അനലൈസ് ചെയ്യും. അപ്പൊ അതില് അവര് പറഞ്ഞൊക്കെ നമ്മള് എന്റെ ഒപ്പീനിയൻ ആയിട്ടാണല്ലോ ഞാനെല്ലാം പറയുന്നത്. അപ്പൊ അതില് നമുക്ക് പറയാനുള്ളതും കൂടി അങ്ങ് ഒപ്പീനിയൻ ആയിട്ട് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ആ മറുവശത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ രണ്ടും കൺസിഡർ ചെയ്തിട്ടാണല്ലോ സംസാരിക്കാറ്. ഞാൻ ഒരിക്കലും വയസ്സറായി സംസാരിക്കാറില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല്. ഇത് പണ്ടത്തെ ഗൈസിന്റെ ഒരു വീഡിയോ ആണ്. ഇതിന്റെ ടൈറ്റിൽ വന്നിട്ട് പ്രമുഖ നടിക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്നിട്ട് കയറി കഴിയുമ്പോൾ പറയും നിങ്ങൾ ഈ ടൈറ്റിൽ കണ്ടിട്ടല്ലേ വന്നിട്ട് ഒരു പറ്റിക്കുന്ന ഒരു രീതി. അപ്പൊ അതിൽ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർഷൻ ഞാൻ പ്ലേ ചെയ്യാം. കാണാൻ സാധിക്കും. ടെലിവിഷൻ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ 2 റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് അല്ലേ. ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവരുടെ സ്വകാര്യതകളെ ആകാംക്ഷയോടെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നാണ് അവർ ഓരോ എപ്പിസോഡും മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ. അവൻ പുറത്താകുമോ, ഇവൻ തിരിച്ചു വരുമോ, അവൻ എന്തിന് ഇവരെ തല്ലി, മറ്റവൻ എന്തിന് ബാത്റൂമിൽ പോയി, കോഴിക്കറി വെച്ചതിന് എന്തിന് ഇവൾ ചൂടായി, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാണ് ഇവർ ഓരോ എപ്പിസോഡും അവസാനിപ്പിച്ചിരുന്നത്. ഇത് കാണുന്നതോടെ പിന്നെ തള്ളി നീക്കുകയാണ് അടുത്ത എപ്പിസോഡിന് വേണ്ടി. സംഭവം അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ആകാംക്ഷയാണ് ഈ ഷോ വിജയിച്ചത്. പിന്നെയുള്ള ഒരു ഷോ ആണ്, അതുകൊണ്ടാണ് ആ ഷോ വിജയിച്ചതെന്നാണ് പറഞ്ഞത്. ഇതൊന്നും ഇപ്പൊ ലൈവ് റിയാക്ഷൻ അവനവന്റെ വീഡിയോനെ തന്നെ റിയാക്ട് ചെയ്യുവാണ്. രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ് 2 വർഷം മുന്നേ. അപ്പൊ അതില് വ്യത്യാസമുണ്ടല്ലോ, ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് നോക്കി അവൻ എന്ത് ചെയ്തു ഇവൻ എന്ത് ചെയ്തു, ആ തല്ല ആൾക്കാരെ കാണാനുള്ള ക്യൂരിയോസിറ്റി ആണ് ബിഗ് ബോസിനെ ഷോ എന്ന രീതിയിൽ വിജയിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പോഴും അതേ അഭിപ്രായം തന്നെ ആണോ? അതെ, അഭിപ്രായം ഇന്നേരം ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അതിനല്ലേ ഒരാളുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിന് പുറത്താണല്ലോ. ഇപ്പം ഒരുപാട് കുറെ ആളുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു, പാർപ്പിക്കുന്നു. അപ്പൊ അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത്, അവർ തമ്മിൽ എന്താണ് പറയുന്നത്, ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ ബിഗ് ബോസിന് വിജയം എന്ന് പറയുന്നത്. അടുത്ത അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ അടുത്ത സീസൺ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറെ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും മൈൻഡിലുണ്ട് ഇന്ന ആൾക്കാരൊക്കെ പോകുമായിരിക്കും എന്നുള്ള? ഒരു പിടുത്തമില്ല. ഫ്രണ്ട്സ് ഒക്കെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവല്ലോ അല്ലേ? 1-2 ഫ്രണ്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനലിസ്റ്റ് അവരെ പുറത്തുവിടണ്ടേ. എന്നാലും ഒരു ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു തോന്നലല്ല ഒന്ന് 2 പേരൊന്ന് പറയാവോ? ഒന്ന് അസ്ലാം മാറിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ 2 സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി വേറെ എന്താണെന്ന് അറിയില്ല. ആ 2 ആളുകളായിട്ടുള്ള ഇപ്പൊ കോണ്ടാക്ട് ഉള്ളത്. പിന്നെ ഉമർലുലും അഖിൽമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവരൊക്കെ കണ്ടന്റുകളിലൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ അടുത്ത സീസൺ വരുമ്പോ മറ്റേ യൂട്യൂബേഴ്സിന് അടുത്ത ചാകര വരുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ ട്രോളൊക്കെ ഞാൻ കണ്ടായിരുന്നു. 3 മാസം എന്ന് പറയുന്നത് ചാകരാണ്. അപ്പൊ എങ്ങനെ കണ്ടന്റ് എടുക്കുന്നത് ഇതിന്ന്? ലൈക്ക് ഒരു ഫുൾ എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തം അപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാര്യങ്ങൾ എടുക്കാന്നുള്ള ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണോ? സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ സീസൺ തുടങ്ങുന്നതിന് മുന്നേ കുറെ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ലാലേട്ടൻ വേണ്ട, ലാലേട്ടൻ മാറണം, വേറൊരാളെ സ്ഥാനത്തേക്ക് വരണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഗൈസിന്റെ അഭിപ്രായം എന്താ? ലാലേട്ടനെ കുറച്ചുകൂടി സുരേഷ് ഗോപിയൊക്കെ വരുന്നിരിക്കുന്നുണ്ടാവും. സുരേഷ് ഗോപി സംസാരിക്കാനല്ല രസമല്ലേ കേട്ടിരിക്കാൻ. ലാലേട്ടൻ എന്ന് പറയുമ്പോ ഒരു ആങ്കറിങ് എന്തോ ഒരു സുഖമില്ലാത്തവര് തോന്നാറുണ്ട് അടുക്ക്. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തെങ്കിലും വിളി വന്നായിരുന്നോ ബിഗ് ബോസിലേക്ക്? ഇതുവരെ വന്നിട്ടില്ല. ഇനി അടുത്ത സീസണിൽ പോണെന്നാണോ ആലോചിക്കാം? അപ്പോഴല്ലേ വരുമ്പോ ആലോചിക്കാന്നല്ലേ.
ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രെഡ് വിന്നറാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട് റോബിനെ എല്ലാവരും, റോബിനായാലും ബാക്കി എല്ലാ ആൾക്കാരും പോന്നോട്ടെ എന്നല്ലേ. അപ്പം റീസെൻ്റ്ലി ഞാനിങ്ങനെ കമൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും റിയാസിൻ്റെ PR ആണ് ഗൈസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടായിരുന്നു. ഇപ്പം ഓപ്പോസിറ്റ് ആയിട്ടും നെഗറ്റീവ് രണ്ട് രീതിയിലും റിയാസിനും റോബിനും എതിരൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ശരിക്കും സ്റ്റാൻഡ് എന്താ, റിയാസിൻ്റെ PR ആണോ? അത് കുറച്ചു കാലം അവനെ ദിൽഷന്റെ PR ആയിരുന്നല്ലോ, ഇപ്പൊ റിയാസായി. ഇനി കുറച്ച് ഇടയ്ക്ക് ജാസ്മിൻ ആയിരുന്നു. അതങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ എനിക്ക് പറയാനുള്ള ഞാൻ പറയുന്നു, ആളുകൾ എങ്ങനെ എടുക്കുന്നത് ഞാൻ ബോധം ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. അപ്പം അധികം ആളുകളും റോബിന് ഫേവറായിട്ടാണ് സംസാരിക്കാൻ. ഇപ്പൊ ചില വിഷയങ്ങളിൽ എനിക്ക് ഫേവർ ചെയ്യാൻ തോന്നാറില്ല, എൻ്റെതായ ഒപ്പീനിയൻ ഞാൻ പറയും, അത്രേ ഉള്ളൂ. ഇപ്പോൾ റോബിൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അതായത് റോബിൻ ഫാൻസ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് ടോക്സിക് ഫാൻസിനെ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഫാൻസ് എല്ലാവരും കൂടെ കടലിളകി വന്നു, അറ്റാക്കിങ് ഒക്കെ ഉണ്ടായി. റോബിനെതിരാക്കി മാറ്റി. ഞാൻ ഒരിക്കലും എവിടെയും റോബിൻ മോശമാണെന്നോ റോബിൻ അങ്ങനത്തെ വ്യക്തിയാണെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ അമിതമായി അറ്റാക്ക് ചെയ്യുന്ന ഫാൻസിനെതിരെ സംസാരിച്ചു. പക്ഷെ അവര് പറഞ്ഞു റോബിനെതിരാക്കി മാറ്റും. ഈ പറഞ്ഞ PR വർക്സ് എല്ലാവർക്കും ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ദിൽഷയ്ക്ക് ഉണ്ട്, റോബിൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പടി മുന്നിൽ റോബിൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് റോബിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ പല സമയങ്ങളിലും അവരുടെ ഒരു അറ്റാക്ക് കിട്ടാറുണ്ട്. മെസ്സേജ് ആയിട്ടും കമന്റ്സ് ഒക്കെ ആയിട്ടും അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പൊ റോബിന്റെ പറഞ്ഞ പോലെ തന്നെ എല്ലാരെയും തന്നെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരിൽ നിന്ന് എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇവരിങ്ങനെ പറയാം, അത് റിയാക്ട് ചെയ്യും, നിങ്ങൾ ദിൽഷ അങ്ങനെ ചെയ്തല്ലോ, ജാസ്മിൻ ഇങ്ങനെ ചെയ്തല്ലോ, എന്താ റിയാക്ട് ചെയ്ത്, അങ്ങനെ ഓരോന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇതിൽ ഭീഷണായിട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒറ്റ സെലിബ്രിറ്റീസിന്റെ ചെയ്തപ്പോഴും ഒന്നും വന്നിട്ടില്ല. തുടക്കത്തിലൊക്കെ ഞാൻ വീഡിയോന്റെ തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ. പിന്നെ അന്ന് സംസാരിച്ച് ഡീൽ ചെയ്ത് വിടും. ഇപ്പൊ എന്ന് പറഞ്ഞാണെങ്കിൽ ആരെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്താലും പേഴ്സണലി ആരും ഒന്നും പറയാറില്ല. ഒരു പേടി എന്തുണ്ടാവും ചിലപ്പോൾ. ഈ കമന്റ്സിനൊക്കെ എങ്ങനെയാ ഇപ്പൊ റിയാക്ട് ചെയ്യാനുള്ള ടൈം? കുറച്ചൊക്കെ റിയാക്ട് ചെയ്യലുള്ളൂ, തുടക്കത്തിലുള്ള ഒരു കുറച്ച് കമന്റ്സുകൾ വായിക്കാറുള്ളൂ. ആദ്യമൊക്കെ എല്ലാത്തിനും റിയാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ ബിസി ആയതുകൊണ്ട് തന്നെ അങ്ങനെ പോവാണ്. ചിലതിനൊക്കെ റിയാക്ട് കൊടുക്കാനുള്ളൂ. കണ്ണിപ്പെടുന്ന എന്താണോ അതിന് റിപ്ലൈ കൊടുക്കും. ബാഡ് കമന്റ്സ് എപ്പോഴെങ്കിലും? എപ്പോഴും അല്ല, അതല്ല ഞാൻ ചോദിക്കാൻ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന തളൊക്കെ വിളിക്കാറുണ്ട് ആൾക്കാര്. തുടക്കത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എന്ത് അത് കഴിഞ്ഞ് നേരെ ഇൻസ്റ്റ കയറുമ്പോ കഴിഞ്ഞ മറക്കും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറി. കേട്ട് തലപ്പിച്ചു. അതിപ്പോ ആരായാലും അങ്ങനത്തെ അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മരക്കട്ടി ധൈര്യമൊക്കെ വരാണ്ട്. ഇപ്പം റോബിന്റെ തന്നെ പല ഇഷ്യൂസ് എടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിപ്പം റീസെന്റ് എൻഗേജ്മെന്റിന്റെ ഇഷ്യൂസ് ഉണ്ടായ സമയത്തും വീഡിയോ ചെയ്തിരുന്നു, എൻഗേജ്മെന്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടില്ല. അങ്ങനത്തെ കുറച്ച് പാർഷ്യലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫേവർ ചെയ്ത് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. അതായത് ഒന്നാമത് ചെയ്യുകയാണെങ്കിൽ അത്രയും ഡിസ്കഷൻ വരുന്ന ടോപ്പിക്ക് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ വിഷയത്തിലും പ്രത്യേകം എന്താ വെച്ചാണെങ്കിൽ ഈ ഓഡിയൻസ് ഇത് മാത്രമാണ്. അതായത് ഇപ്പോൾ റോബിന് വിഷയങ്ങൾ കൂടുതലായിട്ട് ചെയ്താണെങ്കിൽ മറ്റുള്ള കണ്ടന്റുകൾ കാണാൻ ആളുകൾ വരാറില്ല. പിന്നെ മാത്രമല്ല നമ്മൾ വേറെ ഏതെങ്കിലും കണ്ടന്റ് എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അപ്പോൾ ചിലപ്പോൾ നല്ല കണ്ടന്റുകളായിരിക്കും, അതിന് താഴെ വന്നിട്ട് റോബിൻ അങ്ങനെ ആക്കില്ല, ഇതെന്താ പ്രതികരിക്കാത്ത, അങ്ങനത്തെ കമന്റുകൾ കൂടുതലായിട്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ അങ്ങനത്തെ 2-3 കമന്റ് വീഡിയോസ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ കമന്റുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ റോബിൻ വീഡിയോസിന് നല്ല റീച്ചും മറ്റുള്ള വീഡിയോസിന് തീരെ ആരും കാണാത്തൊരവസ്ഥയാണ്. അത് എനിക്ക് എൻ്റെ കണ്ടന്റിനെ ബാധിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും. കാരണം റോബിന്റെ കണ്ടന്റ് ചെയ്ത എന്താ വെച്ചാണെങ്കിൽ അവർ ഓഡിയൻസ് മാത്രമേ കാണുള്ളൂ, മറ്റുള്ളവർ അധികം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ പിന്നെ കോമൺ ഓഡിയൻസും പറഞ്ഞു തുടങ്ങി അതെന്നെ ചെയ്യല്ലേ, അവർക്ക് മടുത്തു തുടങ്ങി. സോ കൂടുതൽ മറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഇപ്പം മാളികപ്പുറം ഇറങ്ങിയതിനു ശേഷം ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം തന്നെ നടന്നിരുന്നു ഒരു സമയത്ത്. അപ്പം ഗൈസിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? ഒന്ന് യൂട്യൂബേഴ്സ് രണ്ട് എക്സ്ട്രീമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീമാണ്, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രീമാണ്. സോ ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടു പോയാൽ മതി. ഇപ്പം മമ്മൂട്ടിനെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചൊക്കെ എന്തൊക്കെ ആളുകൾ പറയുന്നുണ്ട് യൂട്യൂബിൽ, ചെകുത്താൻ തെറിയേറിയ പറയാറുണ്ട്. പക്ഷെ അത് ആ രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പൊ മേ ബി അത് മിണ്ടാതെ അവരോട് പണിയെടുത്ത് പോയാൽ മതിയായിരുന്നു. ഒരു സീക്രട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റാണത്. ഇപ്പോൾ ഉറപ്പായിട്ട് ഏതൊരു യൂട്യൂബറും ചിന്തിക്കുക മാക്സിമം വിവാദങ്ങൾ ഉണ്ടാക്കി കണ്ടന്റ് എടുക്കാനായിരിക്കും ശ്രമിക്കുക. അവനത് നന്നായി യൂട്ടിലൈസ് ചെയ്തു, അതൊരു കണ്ടന്റ് വിവാദമായിട്ട് മാറി. അത് കാരണം ഗുണം ഉണ്ടായത് ഇപ്പോൾ സീക്രട്ടിനാണ്. ഉണ്ണിമുകുന്ദനേക്കാൾ കൂടുതൽ ഗുണം ഉണ്ടായത് സീക്രട്ടിനാണ്. കാരണം അറിയാത്ത പലരും അവൻ അറിഞ്ഞത് ഈ പറഞ്ഞ ഒരു വിഷയത്തിലൂടെയാണ്. അവന് നല്ല എക്സ്പോഷർ കിട്ടി. ഇപ്പൊ എന്തുകൊണ്ടും എന്താ കിട്ടുന്ന ഗുണം മൊത്തം ഇവർക്കാണ്, യൂട്യൂബേഴ്സിനാണ്. അത് മനസ്സിലാക്കിയ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ യൂട്യൂബേഴ്സ് ഒരു വിവാദം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ വിവാദത്തിനെ റിവ്യൂ ചെയ്ത് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചെറുതിന് വരെ കുത്തിപ്പൊക്കി വലുതാക്കാന്നുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പം അത് മനസ്സിലാക്കി മറ്റുള്ള സെലിബ്രിറ്റീസ് നിൽക്കാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ എല്ലാം പറഞ്ഞു അവസാനം ഒരു അത്രേ ഉള്ളൂ. നീ ചോദിക്കരുതെന്ന് ഉദ്ദേശിച്ചാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നേ, അതായത് ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ ആരാണ് ഇത്തരത്തിൽ ആധികാരികപരമായിട്ട് ഒരു വിഷയത്തിനെ സമീപിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് പറയാൻ നിങ്ങൾക്ക് എന്താണ് പ്രൊഫഷണലി ഒരിതുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്താണ് ഒരു ആൻസർ? അപ്പോൾ ഞാൻ കമന്റ് ചെയ്യുന്ന ആളോട് ചോദിക്കും, എൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ ആരാന്ന് ചോദിക്കും. അതേ അത്രേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാൽ മതി. അതായത് നമ്മളെ ഒപ്പീനിയൻ പറയുന്നു, അത് ഇഷ്ടപ്പെടേണ്ടവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ അതിൽ ജെന്യൂനിറ്റി ഉണ്ടെന്ന് ഫീൽ ആയതുകൊണ്ടാണല്ലോ ഇത്ര 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഓരോ വീഡിയോസ് കാണുമ്പോഴും ഓരോരുത്തർ വന്ന് അടുത്ത വീഡിയോയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒപ്പീനിയനോട് ജെന്യൂനിറ്റി ഉണ്ടെന്ന് ഫീൽ ആയതുകൊണ്ടാണല്ലോ. അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു സ്റ്റാൻഡ് ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള അത്ര പറയുന്നുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഗൈസിന് യൂട്യൂബ് വീഡിയോസ് ചെയ്യൽ അല്ലാതെ മറ്റ് ഇൻട്രസ്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന വെച്ചാൽ സ്പോർട്സിനോട് താല്പര്യമുണ്ട്, പിന്നെ എന്താ പറയുക, റീഡിങ്ങിനോട് താല്പര്യമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതിനെല്ലാം കൂടി 24 മണിക്കൂറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇതന്നെ ഉള്ളു, അതാണ് തികയുന്നില്ല. ഉറക്കൊക്കെ വെറും 3-4 മണിക്കൂറൊക്കെ ഉള്ളു. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ദിവസം എത്ര കണ്ടന്റുകൾ വീതം ചെയ്യും? ഒറ്റന്ന്. അത് ഓരോ ദിവസം ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസമാണ് ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത്? ഇല്ല, പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ടൈം കൊണ്ട് പഠിച്ചു ചെയ്യും. പിന്നെ എന്താ പറയുക, വീഡിയോ എടുക്കാനും വീഡിയോനെ മറ്റു പ്രോസസ്സൊക്കെ ഭയങ്കര ടൈം. ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്തല്ലോ ഇവിടെ. സ്ക്രിപ്റ്റിന് തന്നെ ഏകദേശം 1.5 മണിക്കൂർ വരും. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് പിന്നെ ഷൂട്ടിംഗ് ഉണ്ടാവും. ഷൂട്ടിങ്ങിന് തന്നെ 3/4 മണിക്കൂർ വരും. ഫോണിലാണ് ചെയ്യുന്നതോ? ആ ഷൂട്ടിംഗ് ഇതില് ക്യാമറയിൽ. പിന്നെ അത് എഡിറ്റിംഗ് 1.5 മണിക്കൂർ വരും. ഇതൊക്കെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 5-6 മണിക്കൂർ വരും. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പം പോക്ക് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ടിലോട്ട് പോകും. എങ്ങനെ ആ ഒരു ഡേ വരുന്നത്? എങ്ങനെ ഒരു ദിവസം? ഡേ വരുന്ന രാവിലെ നേരത്തെ എഴുന്നേൽക്കും, ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് എന്താ പറയുക, കുറച്ച് ഒന്ന് ഫ്രഷ് ആവും, ഒന്ന് ഫ്രഷ് ആയി വന്ന് ഒരു ചായക്ക് കുടിച്ച് ഇതിനൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 9 മണി 10 മണിയാവും. രാവിലെയാണോ ഷൂട്ടിംഗ്സ് മൊത്തം ചെയ്യുന്നത്? രാത്രി ഒന്ന് നോക്കി വെക്കും കണ്ടന്റ് ഉറങ്ങുന്നതിന് മുമ്പ്. എന്നിട്ട് കണ്ടന്റ് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് ഈ രാവിലെ ചെയ്ത് പിന്നെ ജോലിക്ക് കയറും. പിന്നെ 7 മണി 8 മണിയാകുമ്പോൾ ഫ്രീ ആവും. പിന്നെ ജിമ്മിൽ പോകും, മറ്റു പരിപാടികളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നു. ഒരു സൈക്കിളായിട്ട് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട്. ഇപ്പോൾ വർക്ക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിനി സെലിബ്രിറ്റി ആയിരിക്കുമല്ലോ, എല്ലാവരും എന്താ പറയുന്നത്? ഭയങ്കര കാര്യമാണ് അത്. ഇതുവരെ ഉള്ളതിനൊരു നല്ലൊരു ഇമേജ് കിട്ടിയെന്നുള്ളതാണ്. എവിടെ പോയാലും 4 ആൾ തിരിച്ചറിയാം. ഇപ്പം ഏതൊരു ഫംഗ്ഷന് പോയാണെങ്കിലും അവിടെ 2-3 ആൾക്കാരെങ്കിലും വന്ന് ചോദിക്കും, ഗൈസല്ലേ വീഡിയോസ് കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ കാണുന്നവരൊക്കെ പോസിറ്റീവായിട്ടാണ് അഭിപ്രായം പറയാറ്. ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. ഇപ്പം പല ആളുകളും വീഡിയോ കണ്ട് ചെയ്യിക്കാറുണ്ട്. എന്താ പറയുക, ബ്രോൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചിന്തിച്ച രീതികളൊക്കെ തെറ്റാന്ന് മനസ്സിലായത്. ഒരുപാട് ആളുകളുടെ തോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെ ഒരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതെനിക്ക് തോന്നുന്നത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യായിരിക്കും. പക്ഷെ നെഗറ്റീവ് കണ്ടന്റും ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് നെഗറ്റീവായിട്ട് ആളുകളെ ബാധിക്കില്ല, അത് ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്യുന്ന ആളുകൾ, അതായത് ഞാൻ മാക്സിമം ഞാൻ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കണ്ടന്റിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനാണ് ശ്രമിക്കാറ്. അതുകൊണ്ടായിരിക്കാം മേ ബി ആളുകൾ എന്നെ പേഴ്സണലി ഒന്ന് അപ്രോച്ച് ചെയ്യാത്തത്. ഇപ്പം എന്നോട് വന്നിട്ട് ഇന്നവരെ വീഡിയോ ചെയ്തതിൽ ഇന്നുവരെ ഒരാളും എന്നെ പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് അവർ റിയാക്ട് ചെയ്ത വിഷയം, ഞാൻ അധികം ആ പ്രവൃത്തികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാക്സിമം എങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കാറ്. അത് കുറേ സക്സസ് ആണെന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നതൊക്കെ. അല്ല, കുറെ ഇന്റർവ്യൂസിന് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗൈസിന്റെ ഒരു മെന്റാലിറ്റിയിൽ ഒരു നല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? നല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കേണ്ടി വരും. അതെ അതെ. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് പറയാനാണ്, എനിക്ക് ഇന്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. മാക്സിമം അവരുടെ തോട്ട്സ്, അവർക്ക് പോയിന്റ് ഓഫ് വ്യൂസ്, അവർക്ക് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ നിലപാടുകളും ഇതൊക്കെ കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്ന ഇന്റർവ്യൂസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കണ്ടിരിക്കാൻ രസമുണ്ടാകും. അറ്റ് ദ എൻഡ് നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളും നിലപാടുകളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അത്തരം ഇന്റർവ്യൂസ് ആകുന്ന സമയത്ത്.
നമുക്ക് എനിക്ക് തോന്നുന്നത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു പേഴ്സണൽ ഇൻ്റർവ്യൂട്ട് പോയി എടുക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പ്രൊമോഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സ്പേസ് ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ട് തന്നെ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകണം, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള പല ഇൻ്റർവ്യൂസിനാണ് എടുത്ത് റോസ്റ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒന്നാമത് അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ താല്പര്യത്തെ മാനിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് താല്പര്യമില്ല എന്ന് അറിഞ്ഞിട്ടും വീണ്ടും പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ താല്പര്യം ഉണ്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് മല്ലിക സുകുമാരിന്റെ ഒക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്, അത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു പോസിറ്റീവായിട്ട്. അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ശ്രീനാഥ് ബാസിന്റെ വിഷയത്തിലൊക്കെ വന്നത് താല്പര്യം ഇല്ലാണ്ടും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിനെ ഞാൻ പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് കമന്റ്സ് അങ്ങ് റിയാക്ട് ചെയ്തേക്കാം. എന്താ പറയുന്നത്, ഒരു 3-4 കമന്റേ ഉള്ളൂ. എന്താന്ന് ലൈവായിട്ട് അങ്ങ് റിയാക്ട് ചെയ്തോളൂ. അവരുടെ അടുത്ത് കൊടുക്കാനുള്ള മറുപടി ഓക്കെ. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലാം വാനിഷാങ്കിൽ ഈ ലോകം നന്നാവും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ, എന്താന്ന് വാനിഷ എന്ന് പറഞ്ഞാണെങ്കിൽ പലതും ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അന്ന് ഈ പറഞ്ഞ ആരെന്ത് ചെയ്താലും, ഇപ്പൊ മീഡിയ ആരെന്ത് ചെയ്താലും സാധാരണക്കാരന് പ്രതികരിക്കാനുള്ള ഒരു മീഡിയ ഇല്ലായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമുക്ക് ഇന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനും എല്ലാവർക്കും പ്രതികരിക്കാൻ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾക്ക് തന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകളായിട്ടും സ്റ്റോറികളൊക്കെ ആയിട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നതും. അപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയ 2 ആസ്പെക്ട് ഉണ്ട്. ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് എന്തൊരു കാര്യത്തെയും പ്രതികരിക്കാനുള്ള ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാത്രമാണ്. അപ്പം അതിനെ ആ ഒരു പോസിറ്റീവ് വശത്തു കൂടി നമ്മൾ കാണണം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി ഷെയ്മിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ റേസിസം, ഇതിനെതിരൊക്കെ കൂടുതൽ ആളുകൾ ശബ്ദം ഉയർത്തിയതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗം എന്ന് പറയുന്നത് മനുഷ്യന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഒരു 3 വർഷമായിട്ടുണ്ടാവുള്ളൂ. അതിന് മുന്നേയുള്ള മനുഷ്യന് കോവിഡിന് മുന്നേയുള്ള മനുഷ്യന്റെ ജീവിതം, കോവിഡിന് ശേഷമുള്ള മനുഷ്യന്റെ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നത്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പല ആളുകളും അവിടെ ലൈഫ് എക്സ്പീരിയൻസുകളും അതൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ അന്ന് ആ ചർച്ചകളിലൂടെയാണ് പ്രോഗ്രസീവ് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായത്. അപ്പം ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ മനുഷ്യനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും, അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം എന്താ പറയുക, പറഞ്ഞ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന പല ആളുകളും ചെയ്യുന്ന പോലെ അവർ പ്രൈവസി കൂടുതലായിട്ട് അതിലേക്ക് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിന് കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തായിരുന്നല്ലോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ അത് അങ്ങനെ ഒരു വശം ഉണ്ട്. എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു വശം കൂടി നമ്മൾ മാനിക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പ്രതികരിക്കാനൊരു മീഡിയ ഇല്ലാണ്ടായി മാറും. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല, അപ്പൊ എന്ത് ചെയ്യും ഗൈസ്? അതിനു മുന്നേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് ആ ജീവിതത്തിലേക്ക് മടങ്ങും. വേറെ ഇപ്പം എന്ത്, എങ്ങനെയായാലും ജീവിക്കല്ലേ പറ്റണവര്. ഇപ്പൊ എങ്ങനെ ഒന്നുമില്ല. കുറ്റം പറയാൻ ആളുകളുണ്ടാവും. മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൂടെ? ചോദിച്ചതാണ് ഏതോ ഫാമിലി വ്ളോഗിന്റെ. അതായത് റിയാസ് വിളിച്ച പച്ചത്തറിയും ഭീഷണിയും, പിന്നെ ഞാൻ റിയാസിന്റെ PR ആയതും അതിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു കമന്റ്. കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാവും. മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൂടെ? ഞാനൊരിക്കലും ഒരു വീട്ടിൽ പോയിട്ട് എന്താ ഒരു ഒളിഞ്ഞു നോക്കിയിട്ട് വന്നിട്ട് പറയുന്നില്ല ഒരു ചാനലിൽ. ഇവര് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് ആക്കുമ്പോൾ ഞാൻ പറയണ എന്താണ്, അതിനെ കുറിച്ച് അഭിപ്രായമല്ല പറയും. നിങ്ങൾ എന്താ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കും, അത് പ്രൈവറ്റ്, അത് നിങ്ങൾ പബ്ലിക് ആക്കിയല്ലേ എന്നാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു കമന്റിൽ എന്ത് പ്രസക്തി എന്തുണ്ട്? അതായത് ഇവരെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക് ആക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറും. സോ അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാണ് ചെയ്യുന്നത് ശരിക്കും. പക്ഷെ അതെടുത്ത് വീണ്ടും ഒരു കണ്ടന്റ് ആക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും അവരത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും അങ്ങനെ പറയുന്നത് അത്രേ ഉള്ളൂ. അതായത് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യും, അല്ല മെസ്സേജ് അയക്കും, ബ്രോ ഇത് റിയാക്ട് ചെയ്യണം, ഇതിനൊരു മറുപടി കൊടുക്കണം. അപ്പോൾ കുറേയൊക്കെ മാറി. എനിക്ക് തോന്നുന്നത് ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടങ്ങൾ, അതായത് 2021 സമയങ്ങളിലൊക്കെ കൂടുതലായിരുന്നു. ഈ പ്രാങ്ക് വീഡിയോസ് ആണെങ്കിലും, ഇപ്പം പേഴ്സണൽ മാറ്റർ പ്രൈവറ്റ് മാറ്റർ പബ്ലിക് ആക്കുന്ന സംഭവങ്ങളാണെങ്കിലൊക്കെ കൂടുതലായിരുന്നു. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്ത് കുറേ മാറി. ഇപ്പം വളരെ ചുരുക്കല്ലുള്ളൂ. ഒരു സമയത്ത് ഇതന്നെയായിരുന്നു പരിപാടി. അപ്പം മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് വന്ന് നോക്കണം. അതായത് ഈ ഒരു നമ്മൾ കുറേ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമുക്കൊരു കണ്ടന്റാണ്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ്, ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് ഇത് വരുന്നുണ്ട്. പണ്ട് എന്നാണ് തൊട്ടേനും പിടിച്ചതിനൊക്കെ പ്രാങ്ക് വീഡിയോസ് ആയിരുന്നു. ഇപ്പം നമ്മൾ കുറേ അതിനെ റിയാക്ട് ചെയ്ത് ഇപ്പം വളരെ ചുരുക്കമാണ്, ഇല്ലാന്ന് തന്നെ പറയാം.
അപ്പം മാറ്റം വരുന്നുണ്ട്. സാമൂഹിക സേവനം എന്നാണോ പറഞ്ഞു സേവനം ഇപ്പൊ എനിക്കൊരു കണ്ടന്റാണ്. എൻ്റെ നമ്മളെ നിലപാടും എൻ്റെ നിലപാട് എനിക്ക് സമൂഹത്തോട് വിളിച്ചു പറയാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് അതൊരു കണ്ടന്റാണ്. എങ്കിൽ കൂടി ഞാൻ എത്ര ചിന്തിക്കുന്നു, എനിക്ക് പറയാനുള്ളൊരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഞാനതിന് എൻ്റെ ചാനലിനെ കാണുന്നുള്ളൂ. അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കമന്റ് ആണ്. മറ്റുള്ളവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നവരാണ് നീ. അതിന് വേറെന്തൊരു അത് ഞാൻ പറഞ്ഞിട്ടില്ല. ബീപ് ശബ്ദം ഇവിടെ ഇടുക. അത് മറ്റുള്ളവരുടെ മറ്റുള്ളവർ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ ക്യാഷ് ഉണ്ടാക്കുന്നവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന അതിപ്പോ ആ ചോദ്യത്തിനൊരു പിടുത്തം കിട്ടി. അതായത് ഓൾറെഡി കോണ്ടന്റ് വീഡിയോ അവിടെ ഉണ്ട്. അതിനെ എടുത്തിട്ട് വീണ്ടും ഒരു കണ്ടന്റ് ആക്കി മാറ്റാണല്ലോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കണം ഉദ്ദേശിച്ചത്. അത് ചർച്ച ചെയ്യപ്പെടാന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് ചാനൽ എന്താ ചെയ്യുന്നത്? അതായത് ഒരു സമൂഹത്തിൽ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അവരത് വെച്ച് ക്യാഷ് ഉണ്ടാക്കാണ്. ഇപ്പൊ ഏതൊരു അങ്ങനെയാണെങ്കിൽ പലതും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പലതാണ്. അതായത് ഒന്നിനെ വെച്ചിട്ട് മറ്റൊന്നിനെ എന്താ പറയുക ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏതെങ്കിലും ന്യൂസ് ചാനലോ ഇപ്പോൾ ന്യൂസ് ചാനൽ ചർച്ചകൾ നടക്കാറുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും നടക്കുന്ന സമയത്ത് അപ്പോൾ അത് വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞൂടെ? പറ്റന്റ് നമ്മൾ ചർച്ചകളും മറ്റും സൊസൈറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ക്യാഷ് ഉണ്ടാക്കുന്നതിലപ്പുറം അത് ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കണ്ടന്റ് എടുക്കുമ്പോഴും അത് സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് അല്ലേ? ഇത്രയും കമന്റ് അവിടെ ടൈപ്പ് ചെയ്തിടാൻ പറ്റാത്തതുകൊണ്ടാന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞതാ. സാധാരണ കമന്റ് തിരിച്ച് കമന്റ് ഇടാറില്ലല്ലോ. അപ്പം അതിന് പറഞ്ഞതാണ്. അപ്പം സുബി ചേച്ചിയുടെ മരണത്തിന്റെ ഒരു ഇത് വന്ന സമയത്ത് അതും പിടിച്ച് കണ്ടന്റ് ആക്കിയോ കഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും റിയാക്ട് ചെയ്യാനുണ്ടോ? ഞാൻ ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതിനെ കുറിച്ചിട്ട്. ആയിരിക്കണം അതും കണ്ടന്റ് ആക്കിയവർ. അതിപ്പം എന്തായിരുന്നു, ഞാൻ ചെയ്യേണ്ടെന്ന് കരുതിയ കണ്ടന്റായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ഇവരാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മേ ബി അവർക്കൊരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത കണ്ടന്റാണ്. അതായത് അവരെ കുറിച്ച് ഇപ്പം നമ്മളിപ്പം എന്താ പറയുക മരിച്ച ആളുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാറൊക്കെ ഇല്ലേ? അതായത് ഏതൊരാൾ മരിച്ചു കഴിഞ്ഞാണെങ്കിലും അവരെ കുറിച്ച് നമ്മൾ നല്ലത് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമല്ലോ. അതേമാതിരി എനിക്ക് സുബി ആണെന്നില്ല കണ്ടന്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ മറ്റ് കണ്ടന്റുകളും അതിനേക്കാളും റീച്ച് കിട്ടുന്ന കണ്ടന്റുകളും മേ ബി ആ ഒരു ദിവസം അവർക്ക് നല്ല ഇപ്പോൾ ഇവർക്ക് പറയുന്നത് ഓക്കെയാണ്. അത് വെച്ചൊരു 5-6 കണ്ടന്റ് ഞാൻ അടിച്ചുണ്ടാക്കുകയാണെങ്കിലും ഇവർ പറയുന്നതിൻ്റെ കാര്യമുണ്ട്. ഞാൻ ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അത് അവർക്കൊരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ്. അതിനപ്പുറത്തേക്ക് അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അടുത്ത കമന്റ് അശ്വതി അച്ചുവിന്റെയാണ്. ഗൈസ് ഏട്ടാ ലവ് കണ്ണൊക്കെ മിഴിച്ചു നിൽക്കുന്നത് കണ്ടായിരുന്നല്ലേ? മൂന്നാലെണ്ണ. അശ്വതി അച്ചുവിന് എന്താ മറുപടി കൊടുക്കാത്ത? കോമൺ നെയിം ആയതുകൊണ്ടാണോ? അതറിയില്ല. അത് കുറേ വരാറുണ്ട്, ശ്രദ്ധിക്കാറില്ല. തമ്പനയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതൊക്കെ റെഡി, പക്ഷേ ഇട്ട തമ്പനയിൽ എന്ന് പറഞ്ഞിട്ട് അനികയുടെ റീസെന്റ് വീഡിയോ. എന്താ പറഞ്ഞു? തമിഴിലെന്താ? ലിപ് ലോക്ക് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ച് വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പിന്നെ അനികയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. കിസ് അടിച്ചതിന് ചൊറിയുന്നവർക്ക് ഉള്ള അനികയുടെ മറുപടി. അത് ആ വീഡിയോയിൽ അങ്ങനെ തന്നെയല്ലോ മറുപടി അറിയുന്നത്. പിന്നെന്താ, അത്രേ ഉള്ളൂ. അതായത് ഒന്നുകൂടി വായിക്കുക, തമ്മിൽ മുകളിലേക്ക് വായിക്കുക. മുകളിലോ ലിപ് ലോക്ക് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ച് വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അത് അവതാരകന് ആ വീഡിയോയിൽ ഇവരോട് പറഞ്ഞതാണ്, ചോദിച്ച ചോദ്യമാണ് അനികയോട് ലിപ് ലോക്ക് ഒറിജിനൽ ആണോ എന്നുള്ളത്. അതിന് അനിക കൊടുത്ത മറുപടിയാണ് ആ കണ്ടന്റ്. അപ്പോൾ കണ്ടന്റ് ബേസ്ഡ് തന്നെയല്ലേ തമ്മിൽ ഇട്ടത്. ഓക്കെ, നമുക്ക് കമന്റ് മാറ്റി പിടിക്കാം. ഇതൊക്കെ ആരാ? നിങ്ങൾ എല്ലാവരും കൂടി ചുമ്മാ ഇതുങ്ങളൊക്കെ ട്രോളി ഫേമസ് ആക്കല്ലേ? ആരെ കുറിച്ചാ പറഞ്ഞത്? അതേതാന്നുള്ളത് ഇപ്പം കണ്ടുപിടിക്കേണ്ടി വരും. ഏത് ഫാമിലി വ്ളോഗ് ആയിരിക്കണം? വ്ളോഗിന്റെ പറഞ്ഞിട്ടുണ്ട് സീരിയൽ അല്ല. അങ്ങനെ ഒരു പൊതുവെ ഒരു ആക്ഷേപം ഉണ്ടല്ലോ. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോൾ ഈ ഫേമസ് അല്ലാത്തവരെയും കൂടി ഫേമസ് ആക്കുക. അല്ലെങ്കിൽ ഓൾറെഡി അവർക്കൊരു ഫെയിം ഉണ്ട് പബ്ലിക്കലി. അപ്പോൾ നമ്മളായിട്ട് അവർക്കൊരു ഫെയിം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താ പറയുക, അതിപ്പം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർ വീണ്ടും അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഒന്ന് പ്രതികരിക്കുമ്പം ഫെയിം കിട്ടും, അത് ഓക്കെയാണ്. എങ്കിൽ കൂടിയും നമുക്കവിടെ പ്രതികരിച്ച് എന്നുള്ളൊരു ഇത് വരുമല്ലോ. അതായത് അവർക്ക് പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ അവരത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് ഒരു മാറ്റം വരുമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ടോ വിളിക്കാൻ? എനിക്കങ്ങനെ വിളിക്കാൻ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ലേ? ഇപ്പൊ പലരും വിമർശിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത്? അവിടെ ഇപ്പൊ എന്ത് നന്മരാവാനാണ്? അടുത്തതൊരു യൂഷ്വൽ ഇത്തിൽ കണ്ണി
എന്നുള്ളതാണ്. അതിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് ടു കണ്ടന്റ് മേക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. അതിന് മറുപടി ഇപ്പൊ എന്ത് ചോദിച്ചതിന് വീണ്ടും ചോദിക്കാം. ഈ പറഞ്ഞ പോലെ വേറെ കണ്ടന്റിൽ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് കോപ്പി റൈറ്റ് ഒക്കെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടോ? അങ്ങനെ റിമൂവ് ചെയ്യേണ്ട എന്തെങ്കിലും വീഡിയോസ് സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഒരു 2 വീഡിയോ. ഓക്കെ. ഈ ചെയ്ത ആളുകൾ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ചെയ്ത ആളുകൾ പേഴ്സണലി വന്ന് എന്താ പറയാ പറയാറുണ്ട്. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, പിന്നെ എന്നെ കാരണം കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ അവർക്ക് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. അത്രേ ഉള്ളൂ. പറഞ്ഞ് സോൾവ് ആക്കി വിടലാണ് പരിപാടി. ഇതുവരെ ഇപ്പോൾ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കേണ്ടി ഒരു ഡിലീറ്റ് ആക്കേണ്ടി ഒരു ഇഷ്യൂയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് 2 വീഡിയോസ് ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ പ്രതികരിച്ച സമയത്ത് 2 വീഡിയോ ഒരു കോപ്പറേറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം. അപ്പോൾ 1 വേർഡില് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, റിയാക്ഷൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ടിക്ടോക്ക് ഓർ റീൽസ്? അല്ല, ഞാൻ ഓപ്ഷൻ അല്ല, അതിന് മാത്രമേ 2 എണ്ണം ഉള്ളൂ കേട്ടോ. റീൽസ് ആണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം എന്നാണ്. അല്ല, ടിക്ടോക്കിന്റെ സമയം കഴിഞ്ഞില്ലേ? ബിഗ് ബോസ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഓരോ ടേംസ് പറയുന്ന സമയത്ത് അത് ഓൾറെഡി റിയാക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ടേം പോലെ പറയാനായിരുന്നു 1 വേർഡിൽ എന്തെങ്കിലും. ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് 1 വേർഡ് പറയാനുള്ളതെന്ന് വെച്ചാൽ ആലോചിക്കണം. ഒന്നും പറയണ്ട. സീരിയൽസ്, മറ്റേ ആ പാമ്പും കൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ. സീരിയൽസ് ശോകം. സിനിമ നൈസാ, അടിപൊളിയാണ്, നല്ലതാണ്. ഇത് ഞാൻ തുടക്കം തൊട്ട് കേൾക്കുന്നതാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. ഓക്കെ, പൊളിറ്റിക്സ്. ഇല്ല, എനിക്ക് എന്തോ ഫീൽ ചെയ്തെന്ന് പറഞ്ഞതാ. പൊളിറ്റിക്സ്, മറ്റേ PC ജോർജിന്റെ ഒരു സാധനം വൈറലായിരുന്നു, ചെയ്തൊരു വീഡിയോ. പൊളിറ്റിക്സ് ഒക്കെ എന്താ പറയാ, പൊളിറ്റിക്സിനെ കുറിച്ചിപ്പം ഒക്കെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി എടുക്കുന്നതാണോ? ഓൺലൈൻ മീഡിയ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം. ഓൺലൈൻ മീഡിയ എപ്പോഴും അവർ എന്താ പറയാ, റിയാലിറ്റിനെ എപ്പോഴും വളച്ചൊടിച്ച് പറയാൻ പറ്റുമോ? എപ്പോഴില്ല, പല കണ്ടന്റുകളും. അതായത് ഓൺലൈൻ മീഡിയസ് എന്ന് പറയുന്നത് ന്യൂസ് ചാനലുകളാണ് ഓൺലൈൻ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ചാനലുകളിലേക്ക് വരുമ്പോൾ റിയാലിറ്റിനെ വളച്ചൊടിച്ച് കണ്ടന്റ് ആക്കുന്നവരാണ്. മറ്റുള്ളത് പിന്നെ ഓരോ ചാനലിനും അതിൻ്റെതായ എഫേർട്ടുകൾ ഉണ്ടല്ലോ. പിന്നെ ഇന്റർവ്യൂ ചാനൽസ് ഒക്കെ നൈസാണ്, ഒരളവ് കണ്ടന്റ് വരുന്നത്. എന്തായാലും ഗൈസിന്റെ ഭാവി പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? റിയാക്ഷൻ വീഡിയോസ് തന്നെ ചെയ്ത് പോവാം, അങ്ങനെ ഒരു രീതിക്കാണ് പോണിടത്തോളം ഇങ്ങനെ തന്നെ പോട്ടെ, അത്രേ ഉള്ളൂ. ജോലി ഇതും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സിനിമ സ്വപ്നമുണ്ടോ? സിനിമ ഇതൊരു സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടില്ല. ഇനി വേണം തുടങ്ങാൻ. അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ഹോപ്പൊന്നുമില്ല. ജോലി, റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ പോയേക്കാം എന്നുള്ള രീതി. അപ്പൊ എന്തായാലും ചെറിയ കോൺവെർസേഷൻ കിട്ടാണെങ്കിൽ പോകും, അത്രേ ഉള്ളൂ. കിട്ടാണെങ്കിൽ പോകുന്നത്. അപ്പൊ ആഗ്രഹമല്ലേ? ആഗ്രഹമില്ലാത്ത ആർക്കാണല്ലേ? ഓ, അങ്ങനെ. അപ്പൊ എന്തായാലും ഒരു ചെറിയ കോൺവെർസേഷൻ ആയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? ഇതാദ്യം തൊട്ട് ഇങ്ങനെയാണല്ലോ. ഇത് ഗൈസിന്റെ ആ റൂമിൽ മറ്റേ ബ്ലാക്ക് ക്ലോത്തില് സ്വന്തം ക്യാമറയിൽ ആ ഒരു സ്പേസ് കിട്ടിയാലേ അങ്ങനെ സംസാരിക്കും. അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചില്ലേ, എന്താ പറയാ, കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഇങ്ങനൊക്കെ ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചാനൽ തുടങ്ങിയ കാര്യം തൊട്ട് ഇതുവരെ ഒരു ജേണി തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ മുകളിലെത്തി. അപ്പൊ അതിന് ഇവർ നൽകിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം അതിനൊന്നൊരു നന്ദി ഉണ്ടാവും. ഒരു എക്സ്ക്ലൂസീവ് തരാമോ? എത്ര പൈസ കിട്ടിയിട്ടുണ്ട് ഇതുവരെ യൂട്യൂബിൽ നിന്ന്? എന്താ പറയാ, ഒരു 6 കിട്ടാറുണ്ട്. 6? സീരിയസ്ലി? ഓക്കെ, അത് വിളിച്ചു. അപ്പൊ എന്തായാലും എല്ലാവരും ആശംസകളും നേരുന്നു. ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ ലൈഫിൽ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.